ഗായ്സ് അങ്ങനെ വീണ്ടും വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ത്യൻ പൈgame 3Dയുടെ വെബ് സീരീസ് ആയിട്ട്. നമ്മൾ ഇന്ന് ചെറുതായിട്ട് നമ്മളെ വീടിൻ്റെ ഒരു ഗ്രൗണ്ടിൽ നിന്ന് എനിക്ക് അങ്ങനെ വേറെ ലെവലായിക്കോട്ടെ സംഭവം. നമുക്ക് ചെറിയ കേസൊക്കെ ആയിട്ട് പോലീസൊക്കെ ആയില്ല ഗൈസ്. ഇന്നലെ പോലീസ് കേസുണ്ട് സംഭവം. കഴിഞ്ഞ ഇതിൽ നമ്മൾ കുറേ ആൾക്കാരെ കൊന്നു, 2 പോലീസുകാരെ കൊന്നില്ലേ സംഭവം. അതിലാണ് ഒരു ട്വിസ്റ്റിൻ്റെ സംഭവം ഞാൻ നിങ്ങളിപ്പോൾ അറിയിക്കാമെന്നാണ്. അപ്പം ട്വിസ്റ്റ് വേറെ എന്തോ അല്ല ഗൈസ്. കഴിഞ്ഞാൽ കൊന്നതിൽ നമ്മളല്ല ഷൂട്ട് ചെയ്തത്. ശരിക്കും നമ്മളല്ല ഷൂട്ട് ചെയ്ത്, നമ്മളല്ല കൊന്നത്. ശരിക്കും കൊന്ന വേറെ ഒരാളാണ്, പക്ഷേ ആരാന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായില്ല. അപ്പം അവിടെ ഏതെങ്കിലും CCTV ക്യാമറ ഉണ്ടെങ്കിൽ പരിശോധിക്കേണ്ട ആവശ്യമാണ്. ഞാൻ 2 സമയത്ത് വന്നിട്ട് ആരോ നാട് കൊന്നു, ആരോ ഡീലറോടെ പോലീസിനോട്. അപ്പം പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. അമ്മ പയ്യനും ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഹായ് പറഞ്ഞ. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് കിട്ടുന്നത്. മോനെ ഓളെ വണ്ടിയിലാക്കിയ സാറേ എന്തൊക്കെ വർത്താനം സുഖാണേടാ. അപ്പം ചെക്കിങ് കാണില്ല, ഇന്നലെ 2 ആൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ഞാനൊന്നല്ലല്ലോ സാറേ, ഞാനൊന്നല്ല. അപ്പം ഇവിടെ ആരുമില്ല, ഒക്കെ പണിക്കോയതാ. നമുക്ക് നേരെ ഓരോ ഒപ്പിട്ട് കയറാം. അങ്ങനെ നമ്മൾ ഡ്യൂട്ടി കയറിയിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലത്തെ ആ കൊലപാതകത്തിൽ നമുക്ക് 2 സംശയമുണ്ട്. അങ്ങനെ കാരുവിനാറ്റിനെയാണ് സംശയം. സംഭവം നമ്മൾ ഈ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുമ്പോൾ സമയത്ത് കാരുവിനാറ്റി ഇങ്ങോട്ട് കയറി. നമ്മൾ പോലീസിനെ കൊല്ലാൻ വരുന്ന സമയത്ത് പോലീസ് മരിച്ചു കിടക്കുന്നതാണ്. പിന്നെ 2 ആൾക്കാർ മരിച്ചു കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. പിന്നെ മറ്റേ പോലീസ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ നിൽക്കുന്ന ഇടയിൽ പെട്ടെന്ന് ഷൂട്ട് ആയിട്ട് മരിച്ചാണ്. അപ്പോൾ നമ്മളൊരു ട്വിസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ച് നിന്നാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്കിന്ന് കിട്ടിയ ഡ്യൂട്ടി എന്ന് വെച്ചാൽ പോലീസിൻ്റെ ഡ്രസ്സ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ട്രാഫിക് പോലീസാണ് കേട്ടോ ഗൈസ് നമുക്ക് കിട്ടിയ ജോബ്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ അധികം ആരും കാണാൻ സാധ്യതയല്ല, നമുക്ക് വേറെ സ്ഥലമാണ്. അങ്ങനെ ആയി നമ്മൾ ഇവിടെ എടുക്കണം വന്നേ. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അതൊക്കെ ഹെൽമെറ്റ് ഇട്ടുന്നു, അതുകൊണ്ട് ഹെൽമെറ്റ് ഇട്ടുന്നു. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. ആരെങ്കിലും ഹെൽമെറ്റ് ഇടാതെ പോയാൽ അങ്ങനെ ഓവർ സ്പീഡ് അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ പോലീസ് പിടിച്ചാൽ അങ്ങനെയൊക്കെ ചെയ്യാം. നമുക്ക് ഇവിടെ നോക്കി ഗൈസ്. ഇവിടെ ചെറുതായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാം ക്ലീൻ ചെയ്തു ഒഴിവാക്കി നിട്ടു ഗൈസ്. പിന്നെ നമുക്ക് നേരെ വേറെ വില്ലേജ് ആ ഭാഗത്ത് പോകാം. കഴിഞ്ഞ നമ്മൾ ആടെ പോയപ്പോൾ കുറേ എണ്ണം ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓലെ പിടിച്ച് പെറ്റടിച്ചാൽ ആട്ട് പോയത്. കഴിച്ച് എങ്ങനെ ഒരുത്തനെ പൊക്കിന്നിട്ട് ഹെൽമെറ്റ് ഇല്ലാതെ അങ്ങനെ ഒരു 16 പെട്ടി. ആ 16 പെട്ടിക്ക് ഹെൽമെറ്റ് ഇല്ല. അടുക്കെടുക്ക് വണ്ടി ഒന്ന് 16 പെട്ടിന്ന് നമുക്ക് ഇപ്പോൾ ഏതായാലും 20,000 ഇപ്പം കിട്ടും. അപ്പോൾ വേറെ ഒരുത്തനും കൂടി ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നുണ്ട്. നല്ല പറപ്പിച്ചിട്ടുണ്ട്. ഞാൻ വണ്ടിയിൽ പൈസ എടുത്തപ്പോഴേ അതാ നേരെ പിടിച്ച ഒന്നിനും പിടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏതായാലും എൻ്റെ മുന്നിൽ കൊണ്ടുവന്നതിനെ നിർത്തി വണ്ടിയിട്ടാതെ ഇട്ടാ 2000 ഒരു 16 എടുക്ക്. ഓൻ്റെ 16. ഇപ്പോൾ ഗൈസ് ഓൻ്റെ 16 പെട്ടി. ഇപ്പോൾ നോക്കണമെങ്കിൽ ഒരു 30,000 പെട്ടിന്ന് 15 നമ്മൾ വാങ്ങുന്നത്. 15 റുപ്യല്ലേ. ഇവിടെ കുറച്ച് വില കൂടുതലാണ് ഗൈസ്. പാവങ്ങളായതുകൊണ്ട് നമ്മൾ 2,000 ആക്കും. അപ്പം നമുക്ക് ഏതായാലും വേറെ റൂട്ട് നോക്കാം. നമ്മൾ പൈസ എടുക്കാൻ പറയാം. ഹെൽമെറ്റ് ഇട്ടില്ല. മെല്ലെ 10 റുപ്യല്ല 15,000 റുപ്യ. 10,000 റുപ്യ. അപ്പം നമ്മളേതായാലും ഓൻ്റെ 10,000 റുപ്യ വാങ്ങിന്ന്. അപ്പം നമുക്ക് നേരെ വിടാം. നമ്മൾ റോങ് വഴി പിടിച്ചാട്ടോ ഓൻ്റേത്. ഇനി അടുത്ത് പോണോലൊക്കെ ആക്സിഡൻ്റ് ആണ്. വേഗം പനെ പിടിച്ച് ഹോസ്പിറ്റലാക്കണം. ആംബുലൻസ് പിടിച്ച ഹോസ്പിറ്റലാക്കട്ടെ. കുറച്ചൊരു കയറിക്കെ വേഗം പിടിച്ചോനെ ഹോസ്പിറ്റലാക്കട്ടെ. ഹോസ്പിറ്റലാക്കാൻ നമ്മൾ അതിന് നോക്കിയോളൂ. അതിന് ഓല ഹോസ്പിറ്റലാക്കിയോ ആംബുലൻസിൽ? ഓല ഹോസ്പിറ്റലിൽ ഓലാക്കിന്ന്. നമുക്ക് നേരെ ഇനി
ഇവിടെ മറ്റോൻ്റെ ഒന്നും 16 ഉറുപ്പ്യ ഇട്ട് ഇപ്പം 10 ഉറുപ്പ്യ ഇട്ടീണ്ടാവും. 40,000 ഉറുപ്പ്യ എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. ഈ ചേച്ചി ഇവിടെ തലയിറങ്ങിയപ്പോൾ വെള്ളം വേഗം പിടിച്ച് ഹോസ്പിറ്റലിലാക്കാം. കാരണം നമ്മളൊരു ഇതിൽ ആംബുലൻസ് വരും. നേരെ ഇനി ചെറിയ ഡ്യൂട്ടി ഇട്ടിരുന്നു. അപ്പം ഞാനാണ് ആംബുലൻസ് ഇട്ടോ ഇവനാണ് അയാളെ ഇടിച്ചിട്ടാൻ പോയി. അപ്പം നമുക്ക് വണ്ടിയിൽ നിന്നും കുറച്ച് പൈസ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ മുന്നില്ല കേട്ടോ, പൈസ വാങ്ങാം. നമ്മളിപ്പോൾ കഴിഞ്ഞ മെല്ലെ പോലീസ് സ്റ്റേഷനിൽ കയറി. അപ്പം കുറച്ച് കേസാക്കാൻ വിചാരിച്ചു. കാരണം ഇവിടെ ആരില്ല എന്ന് കണ്ടപ്പോഴേ കേസായിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് നേരെ ഇവിടെ നിൽക്കാം. അതിൽ നമുക്ക് കോൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ഗായ്സ് നമ്മളെ മൈക്കിൾ വിളിച്ചാണ്ട് വരണെന്ന് നമ്മളെ അവസാനം വരാൻ പോകും. അപ്പോൾ ചേച്ചി വരുന്നുണ്ട്. അപ്പോൾ ചേച്ചീൻ്റെ കേസ് കൂടി എടുത്തിട്ട് നമുക്ക് നേരെ പോവാം. പൈസ ഇത് കേസാണ്. അവരോട് പൈസ ചോദിച്ചല്ല കേട്ടോ, അവരോട് മാന്യമായിട്ടാണ് സംസാരം. അടുത്ത ചേച്ചി ഇതത്തെ ഒരു കാര്യത്തിൽ പോകുമ്പോഴായിരിക്കും ചേച്ചിമാരൊക്കെ വരിക. ഒക്കെ ഇപ്പോൾ ഗായ്സ് പോലൊക്കെ പോയി നമുക്ക് നേരെ പോവാം. ഞാൻ വന്നാൽ ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ പോവാണ്. അടുത്ത ചേട്ടൻ വരുന്നു. ചേട്ടാ അടുത്ത ആളുണ്ടാവും അല്ലേ? അവിടെ എഴുതി ചോദിക്കോളി. ഞാൻ ചേട്ടനെ കൂടി നിൽക്കുന്നുണ്ടോ? അപ്പോൾ ഏതായാലും ചേട്ടൻ്റെ കാര്യം നമ്മൾ തീരുമാനിച്ചിരുന്നു. കാരണം ഇവിടെ വേറൊരു വണ്ടി ഉണ്ട്, അതുകൊണ്ട് ഇതെടുത്ത് പോവാം. ഗൈസ് നമ്മളിങ്ങനെ വീട്ടിലൊക്കെ വന്നേന്. ഇപ്പോൾ മൈക്കിൾ പോലൊക്കെ മുകളിലാട്ടോ. നമുക്ക് ഏതായാലും അവിടെ പോയി സംസാരിച്ചേക്കാം. അപ്പോൾ നമ്മളിവിടെ ആക്കിന്ന് കേട്ടോ ഗൈസ്. അപ്പോൾ 5 വടക്കൂല അതിനോ ഈ പോരേല് ഇവിടൊക്കെ ഞാൻ വെച്ചത് സീരിയസ് ആയിട്ടുള്ള കാര്യത്തിലാ പോണേ. കൊണ്ടാകാൻ കഴിയില്ല, അതുകൊണ്ട് ചുടക്കൂലേ. അപ്പോൾ വാശി ഇഷ്ടമല്ലേ അപ്പം കൊണ്ടേക്കാം. എന്തേ ഓൾക്കെന്തോ പറ്റിയ പിന്നെ ഇവിടെ വലിയ ഷൂട്ടൗട്ട് ആൾക്കാരെ നടക്കും. സംഭവം എന്തിനുമല്ല നമ്മൾ പോണേ. നടന്നു സംഭവം നമ്മൾ ഏട്ട പോണേന്ന് വെച്ചാൽ ഏട്ട പോണേ സംഭവം ഏട്ടും പോവല്ല കൈസ്. നമ്മൾ റെഡ് ഗ്യാങ്ങിൻ്റെ ബ്ലേസിക്കാണ് പോകുന്നത്. സംഭവം വേറെ ഒന്നുമില്ല, ആടെ ഷൂട്ടൗട്ടൊക്കെ ഉണ്ടാവും. അതോളം കൊണ്ടുപോകാം. പിന്നെ ഓളം കൂട്ടിന്നിട്ട് കൈസ്. സംഭവം വേറെ എന്താ, നമ്മൾ മെല്ലെ ഓരോ കാര്യം അറിയിച്ചാണ്ട് നമ്മൾ ചെറിയ കാര്യം പറഞ്ഞാണ്ട് മെല്ലെ നല്ല ഉയ്യാൻ നോക്കാണ് കേട്ടോ ഗൈസ്. അതിനാണ് നമ്മൾ പോണത്. അപ്പം നമുക്ക് നമ്മളെ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലൊരു വണ്ടി ഉണ്ടെന്ന് കേട്ടിന്ന്. അപ്പോൾ ആ വണ്ടി എടുത്താട്ടോ നമ്മൾ പോണേ. ഒരു എൻഡവർ എന്നാണ് കേട്ടോ, ഇതേപോലത്തെ ഒരു എൻഡവർ തന്നെ കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് തരാട്ടോ. അപ്പോൾ എൻഡവർ ഉണ്ട്, നമ്മളെ താറാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് താറിനോടൊരു ഇഷ്ടം. ആ എൻഡവറിൽ പോയി കയറി നല്ല ആളാ. ഓളും കയറി. നമുക്ക് നേരെ എൻഡവർ വിട്ടു പോവാ. ഫുള്ളി മോഡിഫൈഡ് എൻഡവർ കേട്ടോ. നമ്മളെ ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന വണ്ടി തന്നെയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഈ വണ്ടി തന്നെ എടുത്തു പോകാം. കാരണം കാറ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി ആയതുകൊണ്ടേ നമുക്ക് എന്തെങ്കിലും പറ്റിയ ഒരു മോശമാണ്. കാരണം ഒന്നാമത്തെ ഫ്രണ്ടിൻ്റെ വണ്ടിയാണ്, പിന്നെ നമ്മളെ വണ്ടിയൊക്കെയാണ്. അതോടെ എന്തെങ്കിലും പറ്റിയാലും ഒരു വിഷമമാണ്. അപ്പോൾ നമുക്ക് ഈ വണ്ടി തന്നെ എടുത്താണ്ട് നേരെ ബൈസിക്ക് പോവാം. ഗൈസ് നമ്മളിങ്ങനെ റെഡ് ഗ്യാങ്ങിൻ്റെ ബൈസിക്കൊന്നല്ല കേട്ടോ, നമ്മൾ ഓല് ബീച്ചിൽ ഒന്ന് കറങ്ങാൻ വന്നപ്പോൾ നമ്മളങ്ങോട്ട് ചെന്നാണ് നമ്മൾ വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ നന്നാവാൻ നോക്കുകയാണ് ഗൈസ്. കാരണം ഓലുമായിട്ട് നിന്നാൽ പിന്നെ നമുക്ക് നല്ല കാരിമിനായിട്ട് എല്ലാ അടവും നോക്കി നമുക്ക് ഫ്രാങ്ക്ലിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാം. പിന്നെ ഫ്രാങ്ക്ലിനുള്ള സ്ഥലം വലുക്ക് ചിലപ്പോൾ അറിയാനുള്ള സാധ്യത ഉണ്ട്. ഓലായിട്ടുള്ള കമ്പനി ആയാൽ നമുക്കും രക്ഷാവും. ഓലെ എങ്ങനെയാണ് കമ്പനി ആയെന്ന് ചോദിച്ചാൽ നമ്മൾ നല്ല കമ്പനി ആയിന്ന്. സംഭവം ഓല് ചോദിച്ച എന്താണെന്ന് ചോദിച്ചാൽ ഓലെ ഇത് റെഡ് ഗ്യാങ്ങിൻ്റെ കുടുംബ ഫാമിലിനെ നമ്മളെ കാരിമിനാറ്റ് തട്ടിക്കൊണ്ട് പോയിരുന്നു. അതുകൊണ്ട് തന്നെ റെഡ് ഗ്യാങ്ങിന് കാരിമിനാറ്റിൻ്റെ വെക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പം എന്തെങ്കിലും വെച്ച് റെഡ് ഗ്യാങ്ങിന് കാരിമിനാറ്റിൻ്റെ ആളായേ പറ്റൂ. കാരണം അല്ലെങ്കിൽ ഫാമിലിനെ കൊല്ലുമെന്നാണ്, ഭീഷണിയാണ്. അതുകൊണ്ട് റെഡ് ഗ്യാങ് ആയത്. പക്ഷെ നമ്മൾ ഫാമിലിനെ എങ്ങനെ ഒരു രക്ഷപ്പെടുത്തിയിരുന്നു. സംഭവം ഇന്നാളെ നമ്മൾ കയറിയില്ലേനു വീട്ടിൽ. അപ്പം ഫ്രാങ്ക്ലിനെ മാത്രമല്ല കണ്ടില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ ആ ഫാമിലിനെ കണ്ട് രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അത് വലിയൊരു ടിസ്റ്റേനി. ഞാൻ ഇപ്പോൾ പറയാൻ നിന്നേനി കഴിച്ചു. അപ്പോൾ നമുക്ക് ഏതായാലും ആ ഫാമിലിനെ ആരുത്താൻ നമുക്ക് പിടിയിട്ടില്ല. സംഭവം എല്ലാവരും ബോധം കെട്ടിക്കേനി. അപ്പോൾ നമ്മൾ ഏതായാലും നമ്മളെ ബേസ് കൊണ്ടുവന്നേനി. അപ്പോൾ നമുക്ക് ഏതായാലും ആ ബേസിൽ നിന്ന്
ഓലെ രക്ഷപ്പെടുത്തിയിട്ട് കാര്യം നമുക്ക് നല്ല വില ഏൽപ്പിച്ച അങ്ങനെ അങ്ങനെ ബോസിന് നമ്മളെ ഫാമിലീനെ കൊടുത്തു കേട്ടോ ഗൈസ്. സംഭവം നമുക്കിത് ഈ വണ്ടി ബാക്കിൽ നല്ല എവിടെയെങ്കിലൊക്കെ മാറ്റിക്കും. അതായത് എങ്ങാനും നമ്മളെ കാര്യമിനായിട്ട് കണ്ട മാറ്റി. പിന്നെ അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടി കുറച്ച് സൈഡാക്കിയിട്ട് വെക്കാം. തൽക്കാലം ഇവിടെ എടുക്കട്ടെ. സംഭവം നമ്പർ പ്ലേറ്റൊക്കെ നമ്മൾ പറിച്ചിരുന്നു. കാരണം ഇതെങ്ങനെ കണ്ടാൽ പിന്നെ പ്രശ്നമാണ്. ഒരു പോകുമ്പോൾ നമുക്ക് ഏതാ നമ്പർ പ്ലേറ്റ് ഒട്ടിക്കാം. പിന്നെ നമ്മൾ റെഡ് ഗാങ്ങിൻ്റെ ബോസിനെ കാരിമിനായിട്ട് വിളിച്ചിട്ട് എന്തോ സംസാരിക്കാണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഏതായാലും കഴിഞ്ഞിട്ട് എന്താ കാര്യം എന്ന് കാരിമിനാറ്റിന് പറഞ്ഞതൊക്കെ നമുക്ക് പിന്നെ റെഡ് ഗാങ് നമ്മളായിട്ട് കമ്പനിയാണ്, എന്തുണ്ടെങ്കിലും പറയും. പക്ഷേ ഫ്രാങ്ക്ലിൻ്റെ ഹൈഡിങ് പ്ലേസ് മാത്രം അറിയില്ല എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് നോക്കാം, എങ്ങനെയെങ്കിലും അറിയാൻ കഴിയുമോ നോക്കണം ഗൈസ്. നമ്മൾ ഫ്രാങ്ക്ലിൻ്റെ വീട്ടിലാട്ടോ നമ്മൾ ഇന്ന് വിടാൻ കഴിയുന്നത്. നമുക്കത് ഈ കാണുന്ന ബുലറോ ഒന്ന് ഒളിപ്പിച്ചൊക്കെ. കാരണം കാര്യമിനായിട്ട് എപ്പോഴെങ്കിലും നമ്മളെ വീടൊന്ന് സ്പോട്ട് ചെയ്യാൻ ചിലപ്പോൾ ഇത് കണ്ടാൽ കുഴപ്പമാകും. കാരണം കാര്യമിനാറ്റിൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്. പിന്നെ ഞാനാണ് ഇവിടുത്തെ പോലീസും കൂടി അറിഞ്ഞാൽ അത് വലിയൊരു കുഴപ്പമാണ്. അതുകൊണ്ട് ഈ വണ്ടി നമുക്ക് ഇവിടെ ആക്കി വെക്കാം. നേരെ കയറാം. അത് നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ട്. കാരണം വലിയ കാര്യമിനാറ്റിൻ റെഡ് ഗാങ്ങിൻ്റെ ബോസൊക്കെ നമുക്ക് നേരെ ആയതുകൊണ്ട് ഓലെ വെച്ച് നമുക്ക് നേരെ നമുക്ക് ഫ്രാങ്ക്ലിനും പിന്നെ കാരിമിനാറ്റിനെ തീർക്കാം. അതൊക്കെ ഒരു ഹാപ്പി ന്യൂസാണ് കേട്ടോ. അപ്പം ഈ വീഡിയോ നമ്മൾ ഇവിടെ സെൻഡ് ചെയ്യാണ്. അപ്പം അടുത്ത വീഡിയോയിൽ നമ്മൾ കാരിമിനാറ്റിനെ പിടിച്ച് കൊല്ലാൻ നോക്കുകയാണ്, കില്ല് ചെയ്യണം നമുക്ക് കാരിമിനാറ്റി നമ്മൾ കയ്യിൽ വെച്ച് അപ്പോൾ കില്ലാവുമോ അല്ലെങ്കിൽ രക്ഷപ്പെടുമോ എന്ന് ആ വീഡിയോയിൽ വെച്ച് കാണാം. ഒരു ട്വിസ്റ്റ് നിറഞ്ഞ വീഡിയോ ആയിക്കോട്ടോ ഗൈസ്. ഇനി വരാൻ പോകണം ഫുള്ള് ട്വിസ്റ്റ് ആയിക്കും. അപ്പം എല്ലാവരും മറക്കാതെ കാണണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ എന്തായാലും ചിലപ്പം കാരിമിനാറ്റിനെ കൊല്ലാൻ എല്ലാ ഇതും വയ്യും കാണുന്നുണ്ട് ഗൈസ്. അപ്പം മിക്കവാറും നമ്മൾ കാരിമിനാറ്റിനെ കൊല്ലും, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ രക്ഷപ്പെടും എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അടുത്ത വീഡിയോയിലേക്കും അറിയാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ എല്ലാവരും കാണാം. അടുത്ത വീഡിയോ കാണാം. ടെൽ ബായ്. അപ്പോൾ പോകുമ്പോൾ ആ സബ് ലൈക്കെങ്കിലും ചെയ്യണം, എന്നാലേ നമുക്ക് സ്റ്റോറിയൊക്കെ കിട്ടുള്ളൂ കേട്ടോ ഗൈസ്. നിങ്ങൾ ഈ സപ്പോർട്ടില്ലാത്തതോടെ സ്റ്റോറിയും കിട്ടില്ല ഗൈസ്. എന്താ ഗൈസ് നിങ്ങൾ സപ്പോർട്ടാണ്ട് ഗൈസ്. കാണുന്നാൽ പല പേരും സബ് ചെയ്യാറാണ് കാണുന്നത്. ഒന്ന് സബ് ചെയ്ത് കിട്ടിയാൽ നിങ്ങൾക്ക് അതിലൊരു ആശയും കിട്ടില്ല, ഞങ്ങൾക്ക് അതിലൊരു അഭിമാനവും കിട്ടില്ല. ഓരനിട്ട് ഞങ്ങൾക്ക് അതിന് കിട്ടാൻ പോണെന്ന് പറഞ്ഞ ഒരു നല്ലൊരു ഭാവിയാണ് ഗൈസ്. ഞങ്ങളെ ജീവിതമാണ് യൂട്യൂബ് ഗൈസ്. അപ്പം നിങ്ങളെ സബ് ഞങ്ങളെ ജീവിതത്തെ മാറ്റിമറിച്ചും. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും നിങ്ങളെ സബും ചെയ്ത് തരൂ ഗൈസ് പ്ലീസ്. അപ്പം നമ്മൾ ഈ വീഡിയോ വെച്ച് പെടാതിൻ്റെ ചെയ്യും, കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളെ സബ് മാത്രം എനിക്ക് തന്നാൽ മതി, അത്ര ചെയ്ത് തന്നാൽ മാത്രം മതി. അപ്പം ഈ വീഡിയോ വെച്ച് ഇവിടെ എന്ത് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണാൻ എല്ലാവരും മറക്കാതെ വരുമെന്ന് പ്രതീക്ഷയോടെ ഈ വീഡിയോ നമ്മളിവിടെ സെൻഡ് ചെയ്യുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.